തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിൽ കുടുങ്ങിപ്പോയ ജോയി എന്ന മനുഷ്യന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അടുത്ത സ്കൂബ ടീം പരിശോധനയ്ക്കായി ഇറങ്ങിയിരിക്കുന്നു. നേവിയുടെ പ്രത്യേക സംഘം വൈകിട്ടോടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ ചെറിയ തടയണ കെട്ടി ജലനിരപ്പ് ഉയർത്തിക്കൊണ്ടുള്ള പരിശോധനയ്ക്കാണ് ഇപ്പോൾ തീരുമാനം. അതിന് മുൻപോടിയായി തന്നെ ഒരു വിദഗ്ധ സംഘം ഇപ്പോൾ അവിടെ ഇറങ്ങി പരിശോധന നടത്തുന്നുണ്ട്. അമൽ തുടരുകയാണ്. അമൽ, ഈ നാവികസേന എത്തുമെന്ന് നേരത്തെ മന്ത്രി രാജൻ തന്നെയാണ് വ്യക്തമാക്കിയത്. അവർ എപ്പോഴത്തേക്ക് എത്തുമെന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അവർ എത്തുകയാണെങ്കിൽ പിന്നെ പൂർണ്ണമായും നേവിയുടെ ഒരു ചുമതലയിലായിരിക്കുമോ രക്ഷാദൗത്യം? ദിവിഷ്, ഇപ്പോൾ ഈ അകത്തേക്ക് പോയി ഒരു പ്രാഥമിക പരിശോധന നടത്താനായി 2 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അവർ ഈ ടണലിനുള്ളിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണ്. പുറത്ത് സാധാരണ കഴിഞ്ഞ സമയത്തെല്ലാം നമ്മൾ കണ്ടിരുന്നത് അവർക്കൊപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇവർ ഈ അവിടേക്ക് പോയാലും അവിടെ നിന്നും സംസാരിക്കുന്നതടക്കം നമുക്ക് പുറത്ത് കേൾക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. അവിടെ നിന്നും നൽകുന്ന സന്ദേശങ്ങൾ ഇവിടെ പുറത്ത് എത്തിക്കാൻ കഴിയും. അവിടെ നിന്നാണ് ഈ സന്ദേശം അവിടെ മുകളിലേക്ക് കൈമാറുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല. ഈ സന്ദേശം ലഭിക്കേണ്ട ഉദ്യോഗസ്ഥർ കൂടി താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അവർ കൂടി താഴേക്ക് ഇറങ്ങി ആ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഈ അത്രത്തോളം ഭീഷണി അവർ നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനാൽ അത്ര വലിയ മുൻകരുതൽ അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനാലാണ് താഴേക്ക് ഇറങ്ങി മുഴുവൻ പേരും താഴേക്ക് ഇറങ്ങി. അവരുടെ ടീം മുഴുവൻ ഇപ്പോൾ താഴെയാണ്. അവിടെ നിന്നുകൊണ്ട് മറ്റു 2 പേരെ അകത്തേക്ക് കയറ്റിവിട്ട് അവിടെ എന്താണ് സ്ഥിതി എന്നുള്ള ഒരു വിവരം ശേഖരിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. അവർ അകത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അകത്തേക്ക് എത്ര ദൂരം പോകാൻ കഴിയും എന്നതടക്കമുള്ള കാര്യം ഇപ്പോഴും അവർക്കൊരു നിശ്ചയമില്ല. അകത്തേക്ക് പോയി നോക്കിയാൽ മാത്രം അതിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ദിവിഷ് ചോദിച്ച കാര്യം, നേവിയുടെ വരവ് അത് എപ്പോൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നേവിയുടെ സഹായം തേടിയത് ഉച്ചയോടടുപ്പിച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേവി സഹായിക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നേവിയുടെ ഏറ്റവും അടുത്ത സ്ഥലത്തുള്ള സംഘം ഏതാണോ ആ സംഘം ഇവിടേക്ക് പുറപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ എത്തിയാൽ തന്നെ പൂർണ്ണമായൊരു നിയന്ത്രണം അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന കാര്യം സംശയമുണ്ട്. കാരണം ഈ വെള്ളത്തിൽ പോയ സാധാരണ നിലയ്ക്ക് ഈ ഡാമിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ ഒഴുക്കിൽപ്പെട്ട് പോയ ആളുകളെ കണ്ടെത്തുന്ന തരത്തിലൊരു രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതുതന്നെയാണ് NDRF-നും വെല്ലുവിളിയായി മാറിയത്. സാധാരണ നിലയിൽ എത്ര വലിയ രക്ഷാദൗത്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന NDRF ആണ്. അവർക്ക് അസാധ്യമായി പോയ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വളരെ കുറച്ച് എന്ന് പറയാൻ കഴിയും. അങ്ങനെയാണ് അങ്ങനെയുള്ള രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത NDRF ആണ്. NDRF-ന് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ അധികം അവരുടെ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ ഇറങ്ങി അകത്തേക്ക് നീന്തി പോകുന്നതിനാവശ്യമായ വിദഗ്ധ പരിശീലനം, ഈ സ്കൂബ ഡൈവേഴ്സിനെ പോലെ വിദഗ്ധ പരിശീലനം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല ഇത്തരം മാലിന്യത്തിൽ ചെറിയ ടണലാണ്. ടണലിനുള്ളിലൂടെ കടന്നു പോയി വേണം അവിടേക്ക് എത്താൻ. അതിനാൽ തന്നെ സ്കൂബ ഡൈവേഴ്സിൻ്റെ ഒരു ഇടപെടൽ തന്നെയാകും, അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം തന്നെയാകും നമുക്ക് കൂടുതൽ ഗുണകരമാകുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അവർ നൽകുന്ന സന്ദേശങ്ങൾക്കനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് ഇപ്പോൾ NDRF-നാണെങ്കിലും നേവിയുടെ സഹായം എത്തിയിട്ടുണ്ടെങ്കിൽ നേവി എത്തുമ്പോൾ നമുക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വരവ് മറ്റൊരു തരത്തിൽ ഗുണകരമാകുന്നത് അവർക്ക് കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. കൂടുതൽ ഉപകരണങ്ങൾ അവരുടെ കൈവശമുണ്ടാകും. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ വരവിൻ്റെ ഏറ്റവും വലിയ ഗുണം. എങ്കിലും സ്കൂബ ഡൈവേഴ്സ് നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച് മുന്നോട്ട് പോകുക തന്നെയാകും അവരുടെയും ഒരു നീക്കം. ഇപ്പോൾ NDRF-ഉം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഡൈവേഴ്സ് അകത്ത് പോയി അവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നു. അവിടുത്തെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഈ റോബോട്ടിക് ക്യാമറയിലടക്കം എടുക്കുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഈ സ്കൂബ ഡൈവേഴ്സിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് അവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുകയല്ലാതെ മറ്റു മാർഗ്ഗം നമുക്ക് മുന്നിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അവരാണ് ഇതിൻ്റെ അടിത്തട്ടിലെത്തി അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി അവർ വന്ന് പറയുന്നതാണ് നമുക്ക് അറിയാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതിനാൽ തന്നെ അവരെ തന്നെ നമ്മൾ ഇപ്പോഴും ആശ്രയിക്കുകയാണ്. സ്കൂബ ഡൈവേഴ്സ് 2 പേർ ഇപ്പോഴും അകത്തേക്ക് പോകാനായി തയ്യാറെടുത്ത് പോകുന്നു. അവർ അകത്ത് പോയി നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തായാലും ഇപ്പോഴത്തെ ഈ 3-ാം ഘട്ട രക്ഷാപ്രവർത്തനത്തിന് എന്തായാലും നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ദിവിഷ്. അമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രക്ഷാദൗത്യം തുടരുക തന്നെയാണ്. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് രക്ഷാദൗത്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് തുടരുന്നു. പക്ഷേ അത് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ ഏറെ വൈകിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നാവികസേനയുടെ പ്രത്യേക സംഘവും കൂടി വൈകുന്നേരത്തോടെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്.